കേന്ദ്രമന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ ക്രമക്കേടിൽ കടുത്ത ശിക്ഷയ്ക്ക് വ്യവസ്ഥ ചെയ്തുള്ള ബില്ലിന് യോഗത്തിൽ അംഗീകാരം നൽകും. 2024 പരീക്ഷാ ക്രമക്കേട് തടയാനുള്ള ശ്രമത്തിലാണ് ഭേദഗതി വരുത്തുക. കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷ കൂടുമെന്നുള്ളതാണ്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബാലു, യോഗം ആരംഭിച്ചു. ഈ യോഗം അവസാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബാലു? യോഗം ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് ഇപ്പോൾ സർക്കാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ കേന്ദ്ര മന്ത്രിസഭ ഈ അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കുന്ന ബില്ലിൻ്റെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിക്കുന്നതായിരിക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് അതിനിർണായകമായ ചില നിർദ്ദേശങ്ങളാണ് ഈ ബില്ലിലുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് 10 വർഷത്തെ തടവ് ശിക്ഷ, 10 കോടി രൂപ പിഴ എന്നിവയാണ്. ഇതിനു പുറമെ ഇത്തരം കേസുകളിൽ വാദം കേൾക്കുന്നതിന് അതിവേഗ കോടതികൾ രൂപീകരിക്കുന്നതായിരിക്കും. ആ കോടതികൾ കേസുകൾ 3 മാസത്തിനുള്ളിൽ വാദം കേട്ട് വിധി പ്രസ്താവിക്കണം എന്നൊരു വ്യവസ്ഥയും ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കേന്ദ്ര മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഡൽഹിയിൽ മറ്റൊരു യോഗം കൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് സമാപിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത്. അത് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഈ CJP നേതാക്കളുമായി നടത്തുന്ന സംഭാഷണമാണ്. ഈ ചർച്ച ഡൽഹിയിലെ VP വിത്തൽഭായ് പട്ടേൽ ഹൗസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് സമീപത്തുള്ള വിത്തൽഭായ് പട്ടേൽ ഹൗസിലെ 504 നമ്പർ മുറിയിലാണ് നടന്നിരുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം CJP നേതാക്കളുമായി JP നദ്ദയും ജിതേന്ദ്ര സിംഗും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ മന്ത്രിമാർ, 2 കേന്ദ്രമന്ത്രിമാരും ഈ VP ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അവർ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ആയ അമിത്ഷായെ ഉടൻ അരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ CJP നേതാക്കൾ ഇപ്പോഴും VP ഹൗസിൽ തന്നെ തുടരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൻ്റെ സമീപത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് CJP ഇനി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും.